ഹസൻ നസ്രുള്ള ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഇപ്പോൾ വിറയ്ക്കുകയാണ്. ഗസയിലും ഖാൻ യൂനിസിലും റഫയിലും ഒക്കെ കൂട്ടക്കുരുതി നടത്തി നിൽക്കുകയാണ് ഇസ്രായേൽ. ബന്ദികളെ മോചിപ്പിച്ചോ? പൂർണ്ണമായി മോചിപ്പിച്ചില്ല. എത്ര ബന്ദികളെ മോചിപ്പിച്ചോ അതും പറയില്ല. പക്ഷേ പറയുന്നത് ഞങ്ങൾ യുദ്ധം ജയിച്ചു എന്നുള്ളതാണ്. വടക്കൻ ഗസ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. എവിടെ പിടിച്ചെടുത്തു? ആ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞതിന്റെ ഒരു മാസത്തിനുള്ളിൽ ഹമാസ് പോരാളികൾ ഇസ്രായേലിനെ തുരത്തി ഓടിച്ചു. തെക്കൻ ഗസയും ഖാൻ യൂനിസും പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. എവിടെ പിടിച്ചെടുത്തു? ഒന്നും പിടിച്ചെടുത്തില്ല. ഇപ്പൊ റഫേലാണ് മനുഷ്യക്കുരുതി നടത്തുന്നത്. ഇസ്രായേലിന്റെ അപ്പോസ്റ്റലനായ അമേരിക്ക പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പറഞ്ഞു, ഈ മനുഷ്യക്കുരുതി പാടില്ല, ഇത് അപകടമാണ്. പക്ഷെ ഇസ്രായേൽ അതൊന്നും കേൾക്കുന്നില്ല. റഫേൽ മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിന് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല, ഹസൻ നസ്രുള്ളയാണ്. ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ള ഇന്നലെയും മിനിഞ്ഞാന്നും ഇസ്രായേലിന് നേർക്ക് ശക്തമായ ആക്രമണം ഹിസ്ബുള്ള നടത്തിയിരുന്നു. ലബണൻ അതിർത്തിയിലേക്ക് കടന്നുകയറി ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചതിന് പ്രതിവിധിയായി, അല്ലെങ്കിൽ ഒരു മറുപടിയായി ശക്തമായ ഒരു ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ള. അതിനു പിന്നാലെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ, ടെൽ അവീവ് അടക്കമുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ തങ്ങളുടെ മിസൈലിന്റെ കീഴിലാണെന്ന് കാണിക്കുന്ന വീഡിയോ അവർ പുറത്തുവിട്ടു. അതിലുപരിയായി ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞിരിക്കുന്നത് 1.5 ലക്ഷത്തോളം മിസൈലുകൾ തയ്യാറാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ. 1.5 ലക്ഷത്തോളം മിസൈലുകൾ അത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. ഏത് നിമിഷവും ആ മിസൈലുകൾ ഇസ്രായേലിലേക്ക് പറക്കും. ഇസ്രായേൽ പേടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിലെ പൗരന്മാർ വളരെയേറെ പേടിക്കുന്നു. ഇസ്രായേൽ സുരക്ഷിത രാജ്യമല്ലെന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ മറ്റ് പ്രവാസികളും പറയുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ അപകടം. ഹസൻ നസ്രുള്ള ഹിസ്ബുള്ളയുടെ എല്ലാമെല്ലാമാണ്. ഹിസ്ബുള്ള ലബണൻ അതിർത്തിയിൽ നിന്നാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത്. നോർത്തേൺ ഇസ്രായേൽ അവരുടെ പരിധിക്കുള്ളിലാണ്. അവിടേക്ക് ആക്രമണം തുരുതുര അയച്ചുവിടുകയാണ് ഹിസ്ബുള്ള. അത് കുറെ കാലമായി തുടരുന്നു. അതിന് പ്രതിവിധിയായി, അതിന് തിരിച്ചടിയായി ലബണനെ തന്നെ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് വട്ടുപിടിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഹിസ്ബുള്ളയും ലബണനും തമ്മിലുള്ള ബന്ധം വളരെ സുതാര്യമായ ബന്ധമൊന്നുമല്ല. ഹിസ്ബുള്ള ലബണൻ അതിർത്തിയിൽ തമ്പടിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നു. അതിന് അവർക്ക് പറയാൻ ന്യായമുണ്ട്. ഗസയിൽ നടത്തിയ വംശഹത്യ, അംഗഭംഗം വരുത്തപ്പെട്ട കുഞ്ഞുങ്ങൾ, കൈകളും കാലുകളും ഒക്കെ നഷ്ടപ്പെട്ട് പിടയ്ക്കുന്ന കുഞ്ഞുങ്ങൾ, മരുന്ന് കിട്ടാതെ പിടയ്ക്കുന്ന രോഗികൾ, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ആരാധനാലയങ്ങളിൽ പോലും ഇസ്രായേൽ കടന്നുകയറി ആക്രമിക്കുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടിക്കാൻ ന്യായമുണ്ട്. ഹമാസിനെ കീഴടക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. മാത്രമല്ല, ചെങ്കടലിൽ ഹൂത്തികളുടെ വിളയാട്ടം തുടരുന്നു. അതിനിടയിലാണ് ഹസൻ നസ്രുള്ള പറഞ്ഞിരിക്കുന്നത് 1.5 ലക്ഷത്തിലേറെ മിസൈലുകൾ റെഡി, ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ നഗരങ്ങൾ തകർക്കാൻ. ആ മിസൈലുകൾ ഏത് നിമിഷവും റെഡിയാണെന്ന് ഹസൻ നസ്രുള്ള തന്നെ പറയുമ്പോൾ അത് ഹിസ്ബുള്ള ചെയ്തിരിക്കും. എന്തായാലും യുദ്ധത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ഇതാണ് ഇസ്രായേലിന്റെ തകർച്ചയും. ബെഞ്ചമിൻ നെതന്യാഹു എന്ന രക്തദാഹിയായ ഭരണാധികാരി ഇസ്രായേൽ സൈന്യത്തെ ഗസയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഇത്രയും വലിയ തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഹൂത്തികളുടെ ഭാഗത്തു നിന്നും
ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെ ഭാഗത്തു നിന്നും ഇസ്ലാമിക് ജിഹാദികളുടെ ഭാഗത്തു നിന്നും ഒക്കെ തിരിച്ചടി ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഹമാസിന്റെ മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ്. അവർ 1 ലക്ഷത്തിലേറെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടാൻ കാത്തിരിക്കുന്നു. 1 ലക്ഷത്തിലേറെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വട്ടപൂജ്യമായി മാറും, ഒന്നുമല്ലാതായി മാറും, ഒരു ചാരമായി മാറും. പേടിച്ചിരിക്കുന്നു ഇസ്രായേൽ. അമേരിക്ക അന്നേ പറഞ്ഞതാണ്, വേണ്ട, റഫേൽ പോയി കളിക്കണ്ട. അമേരിക്കയുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് റഫേൽ പോയി ആക്രമണം നടത്തിയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വമ്പൻ തിരിച്ചടി. ആ തിരിച്ചടി കൊടുത്തിരിക്കുന്നത് ഹമാസല്ല, ഹിസ്ബുള്ളയാണ്. അവർ മിസൈലുകൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇസ്രായേലിനെ തകർക്കാൻ.